ഇവിടെ മുസ്ലിം ഓർഗനൈസിൻ്റെ പ്രത്യേകിച്ച് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് എന്ന കോഴ്സിൽ 3ാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുവാൻ തന്നെ സാധിക്കുമെന്നതിൽ മുസ്ലിം ഓർഗനൈസും അതേപോലെ തന്നെ എം കോളേജും അഭിപ്രായിക്കുക. പിന്നെ വേണ്ട പ്രോത്സാഹനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും മുസ്ലിം ഓർഗനൈസിനും എം കോളേജിനും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്നും അപേക്ഷിക്കുക. പല അവസരത്തിലും എല്ലാ പത്രക്കാരും എല്ലാ മീഡിയകളും തന്നെ ഞങ്ങളോട് വളരെ അധികം സഹകരിച്ചിട്ടുണ്ട്. വീണ്ടും നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ജയ്. ഞാൻ എം കോളേജ് മണാശ്ശേരി കോളേജിലെ BA അഡ്വർടൈസിംഗ് സെയിൽസ് മാനേജ്മെൻറ്റ് 3rd ഇയർ വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള നോട്ട് AI കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡൻറ്റ് AI എഡ്യൂടെക് സ്റ്റാർട്ടപ്പ് ആയിട്ട് YIP രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ വരുന്ന 23-ാം തീയതി ലോഞ്ച് ചെയ്യാണ്. ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടറാണ് വേദിയിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇനാഗുറേറ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതകളിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡൻറ്റ് AI എഡ്യൂടെക് സ്റ്റാർട്ടപ്പാണ് നോട്ട് AI. നോട്ട് AIയിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അടുത്ത ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുമായിട്ട് 1 ലക്ഷം വിദ്യാർത്ഥികളിലേക്ക് AI എഡ്യൂക്കേഷൻ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്യുന്നുള്ളത്. ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിലൂടെ ലഭ്യമാകുന്നത് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഒരാൾ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതിലൂടെ അവർക്ക് ലഭ്യമാകുന്നത് പലതരം AI കോഴ്സുകളാണ്, AI എഡ്യൂക്കേഷനാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അതിൽ ഒന്നാമത് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നുള്ളത് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് AI ഫോർ സ്റ്റുഡൻസ് ആൻഡ് AI ഫോർ ടീച്ചേഴ്സ് ആൻഡ് AI ഫോർ പ്രൊഫഷണൽസ് എന്നീ കാറ്റഗറികളിലായിട്ടും. AI യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. സോ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എങ്ങനെ കറക്റ്റായിട്ട് നൽകാം എന്നുള്ളതാണ് മെയിനായിട്ട് ഞങ്ങൾ നൽകുന്നുള്ളത്. പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ AI ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് AI ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ ഈ കോഴ്സുകളൊക്കെ ഇതിലൂടെ നമ്മൾ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ലഭ്യമാക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നുള്ളത് 2022 കാലഘട്ടത്തിൽ കോവിഡ് ടൈമിലായിരുന്നു ഞങ്ങളുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കോവിഡ് ടൈം ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് കയറി. ആ സമയത്താണ് ChatGPT, OpenAIയുടെ ഉത്ഭവവും അതിൻ്റെ ഒരു കൂടുതലായിട്ട് കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ ഇടങ്ങളിലൊക്കെ അറിയപ്പെടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയാണ് AIനെ കുറിച്ച് ഞങ്ങൾ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യാൻ ശ്രമിച്ചതും കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ മലയാളികൾക്കിടയിൽ AIയുടെ ഒരു എഡ്യൂക്കേഷൻ വളരെയധികം കുറവാണ് എന്നുള്ളതും എങ്ങനെ അത് യൂസ് ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതും ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഓൺലൈനായിട്ട് കോവിഡ് ടൈമിലായിരുന്നു ഞങ്ങളുടെ ആദ്യ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. MM കോളേജിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് വെബിനാറുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു. അത് ഒരുപാട് കോളേജുകൾ ഞങ്ങൾ ക്ഷണിക്കുകയുണ്ടായി. നോട്ട് AIയെ ഒരുപാട് അധ്യാപകർ അല്ലെങ്കിൽ ഒരുപാട് കോളേജുകൾ സ്കൂളിലേക്ക് അവർക്ക് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിക്കുകയും പിന്നീടാണ് ഞങ്ങൾ നോട്ട് AI എന്നുള്ള പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. അങ്ങനെയാണ് ഓൺലൈൻ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഞങ്ങൾ സെക്ഷൻസുകൾ കൊടുക്കാറുണ്ട്. നോട്ട് AI ഇന്ന് ഒരുപാട് പേരിലേക്ക് അത്യാവശ്യമായി വന്നതോടെയാണ് ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രൂപത്തിലും ആപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് വൈഡായിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് ലോഞ്ച് ചെയ്യുന്നുള്ളത്. ഇതുവരെ ഞങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ലക്ഷ്യത്തോടു കൂടി, അതായത് ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ്സുകൾ ലഭിക്കുകയായിരുന്നു എന്നുള്ള ലക്ഷ്യം മാറ്റിയിട്ട് ഒരാൾ ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നും അവർക്ക് AIനെ കുറിച്ച് എപ്പോഴും പഠിക്കാൻ പറ്റും.
ഫുൾ ടൈം ആയിട്ട് അവരുടെ സമയത്തിനനുസരിച്ച് അവർക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഏകദേശം 1000-ലേറെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ട്രെയിനിങ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കുറഞ്ഞ കാലയളവിൽ 1000-ലേറെ വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും കേരള ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ജോഷ് ടോക്ക് മലയാളം സ്പീക്കറാണ്. 2023 കാൽജോൾ അവാർഡ് വിന്നർ കൂടിയാണ്. ഇതാണ് ഞങ്ങളുടെ ആപ്പിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് പറയാൻ പറ്റും.